കുറെ നേരം ഞാനിവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒച്ച വെക്കണ്ട. ഞാൻ എനിക്ക് തോന്നുമ്പം വരും. ഞാൻ എപ്പോ വന്നാലും അതെത്ര വൈകിയാലും നീ കാത്തു നിന്നേ പറ്റൂ. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. മറന്നുപോയെങ്കിൽ ഞാൻ ഓർപ്പിക്കാം. വേണോ? വേണ്ട. എനിക്കാവശ്യം കാശാണ്. അത് നീ എനിക്ക് തന്നുകൊണ്ടിരിക്കണം. നമ്മൾ തമ്മിലുണ്ടാക്കിയ കരാറ് പാലിക്കാൻ നിനക്ക് ബാധ്യതയുണ്ട്. നീ അത് ചെയ്തേ പറ്റൂ. വിഷ്ണു, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. കഴുത്തോളം കടത്തിൽ മുങ്ങി നിൽക്കാൻ ഞാൻ. അതൊന്ന് തീർന്നില്ലെങ്കിൽ ചെക്ക് കേസിൽ പ്രതിയായി ഞാൻ വല്ല ജയിലിലും ആവും. പിന്നെ ആ ഒരു കാരണം മതി സിദ്ധുവിന് എന്നെ ഡിവോഴ്സ് ചെയ്യാൻ. ഓ, അപ്പൊ അവിടം വരെ എത്തി കാര്യങ്ങളല്ലേ? എത്തി. എന്നെ ഒഴിവാക്കി ദേവിക എന്ന് പറഞ്ഞ ഒരുത്തരുടെ കൂടെ ജീവിക്കാനാ സിദ്ധുവിന്റെ പ്ലാൻ. ഡിവോഴ്സ് ചെയ്യാൻ ഒരു കാരണം വേണമല്ലോ. ശക്തമായ ഒരു കാരണത്തിന് വേണ്ടി കാത്തിരിക്കുക സിദ്ധു. ഡിവോഴ്സിന് മുമ്പ് അവനങ്ങ് ചത്താ പ്രശ്നം തീർന്നില്ലേ? പിന്നെ സിദ്ധുവിന്റെ പേരിലുള്ള സ്വത്ത് മുഴുവൻ നിന്റെ പേരിലാവില്ലേ? അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അത്ര നല്ല സമയമല്ല എനിക്കിപ്പോ. റൂബി മരിച്ച വിവരം അറിഞ്ഞു കാണുമല്ലോ. എന്നെ സഹായിക്കാൻ ഇപ്പൊ ആരുമില്ല. ഞാനില്ലേ? ഞാൻ പോരെ? എന്താടി, എനിക്ക് കഴിയില്ലാന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അതൊന്നും അല്ല. സിദ്ധു അത്ര മണ്ടനൊന്നും അല്ല. എല്ലാം ഒന്ന് ആറി തണുത്തോട്ടെ. അതുവരെ വിഷ്ണു കാക്കണം. എത്ര വേണമെങ്കിലും ഞാൻ കാക്കാം. ചോദിക്കുമ്പോ നീ എനിക്ക് കാശ് വന്നുകൊണ്ടിരുന്നാൽ മാത്രം മതി. അല്ല, ഇപ്പൊ എത്ര കൊണ്ടുവന്നിട്ടുണ്ട്? ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇല്ലേ? കൊണ്ടുവരണമെന്ന് പറഞ്ഞല്ലേ ഞാൻ? എന്റെ കയ്യില് വേണ്ടേ വിഷ്ണു? നിന്റെ കയ്യിലുണ്ടല്ലോ ആ വളയും കൂരി തന്നേക്ക്. ഇത് തരാനൊന്നും പറ്റില്ല. ഇത് സിദ്ധുവിന്റെ വീട്ടുകാരിട്ട് തന്നതാ. ആരിട്ട് എന്നാണെങ്കിലും എനിക്കത് കിട്ടണം. അല്ലെങ്കിൽ എല്ലാ കാര്യവും ഞാൻ പോയി സിദ്ധുവിനോട് പറയും. ഞാൻ ആരാണെന്നും നീയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും. അത് സിദ്ധു അറിഞ്ഞാ പിന്നെ നിനക്കെന്താ സംഭവിക്കാൻ പോണെന്നറിയാലോ. ദേ, എന്നെ കൊണ്ട് വെറുതെ ചെയ്യിക്കല്ലേ വിഷ്ണു. അതും കൂരിത്താ. ഇങ്ങ് താടി. ഇങ്ങ് തരാ. വിഷ്ണു, ഊരടി. ഊരല്ലേ വിഷ്ണു. പ്ലീസ് വിഷ്ണു. ആ, ഹായ്. ഹായ്. വിഷ്ണു, ഇത് നിരഞ്ജൻ, ഡോക്ടറോ? ഹലോ. ഹായ്. ഇതാരാ? ഇത് വിഷ്ണു. പേര് വിഷ്ണു എന്നാണെന്ന് മനസ്സിലായി. ചന്ദ്രയുടെ ആരാ? എന്റെ ഒരു ഫ്രണ്ടാ. വിഷ്ണു എന്ത് ചെയ്യുന്നു? ഞാന് ഈ ബിസിനസ്സാ, റിയൽ എസ്റ്റേറ്റ്. ആഹാ. എന്നാ ശരി, ഞങ്ങൾക്കൊരു സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ആ, ശരി, ആയിക്കോട്ടെ. ഞാൻ സിദ്ധുവിന്റെ ഫ്രണ്ടാ. കാണാം. ശരി. വേഗം വണ്ടിയെടുക്ക്, നമുക്ക് ഇവിടുന്ന് മാറാം. എന്തിനാ? ഇടി, ഇങ്ങനെ വരുന്നവനെ പോകുന്നവനെയൊക്കെ നീ എന്തിനാ പേടിക്കുന്നേ? സിദ്ധുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ നിരഞ്ജൻ. നമ്മൾ ഇവിടെ വെച്ച് കണ്ട കാര്യം ഇപ്പൊ തന്നെ സിദ്ധുവിനെ വിളിച്ചറിയിക്കും. അറിയിച്ചോട്ടെ, അതിനിപ്പോ എന്താ? ഇന്നെ കൊലയ്ക്ക് എടുത്ത് അടങ്ങുന്നാണോ വിഷ്ണു തീരുമാനിച്ചിരിക്കുന്നത്? ഒന്ന് ഞാൻ പറയുന്നതൊന്ന് അനുസരിക്കും വിഷ്ണു. അതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവൂ. നിന്റെ ഈ പേടി കാണുമ്പോഴാ. എടി, നിന്റെ പരിഭ്രമം കണ്ടെത്തുന്നല്ലോ ഞാനെന്താ പിടിയിട്ട പുള്ളിയാണെന്ന്. എടി, സിദ്ധു പറഞ്ഞെങ്കിൽ വട്ടടി. നീ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങി എങ്ങനെ? വിഷ്ണു, ഞാൻ പറയുന്നൊന്ന് അനുസരിക്കാൻ പറ്റുമോ? പറ്റില്ലെങ്കിൽ പറ, ഞാൻ എന്റെ വഴി നോക്കി പൊക്കോളാം. നീ മാത്രം വിചാരിച്ചാ പറ്റൂ? സ്വന്തം വഴി നോക്കല്. എനിക്കിപ്പോ ഇവിടുന്ന് പോണം. ശരി,
നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ ഇനി വണ്ടി എടുത്തില്ല വെച്ചാൽ ആകാശം ഇടിഞ്ഞു വേണ്ട. വാ വന്ന് കയറി.